പ്രിയ തീരത്തെ സ്വോത്രം 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 ചെയ്യാം. സ്വോത്രം സ്വോത്ര 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 പ്രിയ ഭാഷ ബോഡിയായി ഇവിടെ കടന്നിടയാക്കിയ സ്വോത്രം ചെയ്യാം. സ്വോത്രം സ്വോത്ര ശുശ്രൂഷയെല്ലാം കത്താൻ നടത്തുന്നതിനായി സ്വോത്രം ചെയ്യാം. സ്വോത്ര സ്വോത്ര ഇവിടെ ശുശ്രൂഷയും കത്താൻ നടത്തുന്നതിനായി സ്വോത്രം ചെയ്യാം. സ്വോത്ര സ്തെഫാനോസിലെ ഭക്തികളും വിഷണം അടക്കം ചെയ്തതുപോലെ പ്രിയദാസിൽ ഭക്തികളൊക്കെ ചെയ്യാനും എല്ലാം കൂട്ടിവരുത്തതിനായി സ്വോത്രം ചെയ്യാം. സ്വോത്ര സ്വോത്ര തന്നെ ആരംഭിച്ച പ്രവർത്തിയെ നല്ല അവകാശം പിടിയാക്കാനായി സ്വോത്രം ചെയ്യാം. സ്വോത്ര സ്വസ്യകല്ലായി മാറ്റപ്പെടുകയാക്കിയതിനായി സ്വോത്രം ചെയ്യാം. ദുഃഖത്തിലായ കുടുംബങ്ങളെല്ലാതെ ആശ്വസിപ്പിക്കുന്നതിനായി സ്വോത്രം ചെയ്യാം. ജീവിതത്തിൽ കർത്താവ് എല്ലാ നന്മകൾക്കായി ഉപകാരങ്ങൾക്കായി സ്വോത്രം ചെയ്യാം. സ്വോത്രം സ്വോത്രം നമുക്ക് എല്ലാവർക്കും ഒരു കടന്നു നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അനാവരിക്കപ്പെടാതെ എല്ലാം സഹായിക്കുന്നതിനായി സ്വോത്രം ചെയ്യാം. സ്വോത്രം സ്വോത്രം സർവാശ്വാസങ്ങൾ എല്ലാവരും നിറയ്ക്കുന്നതിനായി സ്വോത്രം ചെയ്യാം. സ്വോത്രം സ്വോത്രം കർത്താവേ കന്നഡ പിതാവേ നന്നുള്ള സ്വോത്രം ചെയ്യുന്നു ചോദിക്കുന്നു മഹത്വപ്പെടുത്തുന്ന പിതാവേ ഈ പ്രിയ പിതാവ് ഭാഷയിൽ ആരംഭിച്ച പ്രവൃത്തിയെ തികച്ച് നല്ല അവകാശമുള്ള പിടിയാക്കുന്ന സ്വോത്രം ശുശ്രൂഷകളെല്ലാം കർത്താവ് നടത്തുന്നതിനാൽ അങ്ങനെ ശ്രദ്ധിക്കുന്നു. ശുശ്രൂഷയെ കർത്താവ് നടത്തുന്നതിനായി പ്രാർത്ഥിക്കുന്ന സ്തോത്രം ഭക്തികൾ അടക്കം ചെയ്തതുപോലെ ഈ പ്രിയദാസ് ഇവിടെ അടക്കം ചെയ്യാനായി കർത്താവ് കൊണ്ടുവന്നതിനാൽ സ്തോത്രം. കർത്താവ് കാണാതിരിക്കുമ്പോൾ ശരീരത്തിലൂടെ സ്വർഗീയമായ ശരീരത്തിലൂടെ അക്ഷയമായ ശരീരത്തിലൂടെ ഉന്മയമായ ശരീരത്തിലൂടെ ഉയർത്തേറ്റ് വരുന്ന വലിയ പ്രത്യാശ തന്നിരിക്കാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നു. ആ പ്രത്യാശയോടെ കർത്താവ് ഈ ബോഡി അടക്കം ചെയ്ത് കർത്താവ് താൻ കാണിച്ച വിശ്വാസത്തെ ജീവിതത്തെ അനുകരിച്ച് കർത്താവിന് വരെ കൂടപ്പെട്ട എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. ദുഃഖിലായ സഹോദരങ്ങൾ സഹോദരങ്ങളെ ഒക്കെ ദൈവം ആശ്വസിപ്പിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഏൽപ്പാൻ കർത്താവ് വിശുദ്ധി ധരിച്ചുകൊണ്ട് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരാത്തീരുവാൻ ഒരുക്കപ്പെടെ എല്ലാവരും സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന ശുശ്രൂഷകളെല്ലാം കർത്താവ് നടത്തുന്ന മഹത്വമാക്കുന്ന ദൈവത്തിൽ ഏൽപ്പിക്കുന്നു. യേശുനാമം തന്നെ ആമേൻ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 20-ാം വാക്യം മുതൽ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തനും താന്താൻ്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കിൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. എന്നാൽ ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവനെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെയത്ര എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനെ കീഴ്പ്പെട്ടിരിക്കും. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മിക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മിക ശരീരവുമുണ്ട്. 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. 1-ാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം.
നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയര ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. ആരാധനാലയത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷമായിട്ട് ഈ ഭൗതിക ശരീരം ഇവിടെ സംസ്കരിക്കുന്നതിനായി നാം കടന്നു വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ പോർക്കളത്തിൽ നല്ല പോർപോരുതി ശത്രുവായ സാത്താനോട് പോരാടി, ലോകം ജഡം സാത്താനോട് പോരാടി ജയമെടുത്ത് നിത്യതയുടെ തുറമുഖത്ത് എത്തിച്ചേർന്ന പ്രിയ പാസ്റ്ററുടെ മൃതശരീരം നാം ഇവിടെ സംസ്കരിക്കുകയാണ്. എന്നാൽ സംസ്കരിക്കുമ്പോൾ നാം ഒരു പ്രത്യാശയുള്ളവരായിട്ടാണ് അത് ചെയ്യുന്നത്. ഒരു ദിവസം ഉയർത്തെഴുന്നേറ്റ് വരും. എന്നാൽ പ്രിയ പാസ്റ്റർ ചെയ്ത ആ ശുശ്രൂഷ എന്ന് പറയുന്നത് അതിമഹത്വമേറിയ ശുശ്രൂഷയാണ്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവർക്കല്ലാതെ ആർക്കും ഈ സ്ഥാനം സ്വതവേ എടുപ്പാൻ സാധ്യമല്ല. ദൈവത്താൽ വിളിച്ച് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കും ദൈവത്തിൻ്റെ അഭിഷേകം നൽകപ്പെടുന്നവർക്കും നൽകപ്പെടുന്ന ഒരു ശുശ്രൂഷ. മറ്റൊരു ശുശ്രൂഷയെക്കുറിച്ചും പറയുന്നുണ്ട്. തീമോഥെയോസിന്റെ ലേഖനത്തിലും തീത്തോസിന്റെ ലേഖനത്തിലൊക്കെ പറയുന്നു, ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നെങ്കിൽ അവനെ അതിനാക്കാം. എന്നാൽ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്, ഈ പ്രതിഷ്ഠിത ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നൽകപ്പെടുന്ന ശുശ്രൂഷയാണ്. കർത്താവായ യേശുക്രിസ്തുവിന് അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു. 12 പേരെ കുറിച്ച് പറയുന്നു, അതുപോലെ ഒരു 70 പേരെ കുറിച്ചും പറയുന്നു. 12 പേരെ കർത്താവ് തന്നെ തിരഞ്ഞെടുത്തത് തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാൻ ഉള്ളതായ അതിമഹത്വമേറിയായ ആ ഉദ്ദേശത്തോടുകൂടെ ദൈവം കർത്താവായ യേശുക്രിസ്തു അവരെ തിരഞ്ഞെടുത്ത് അവരോട് പറഞ്ഞു, നിങ്ങൾ സകലത്തെയും വിട്ട് അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും ആ വീടും എല്ലാം വിട്ട് മക്കളെയൊക്കെ വിട്ട് തങ്ങളെ തന്നെ ത്യജിച്ചുകൊണ്ട് നിങ്ങളുടെ കുറിച്ചും തൻ്റെ കുറിച്ചെടുക്കണം. അതുപോലെ കർത്താവിൻ്റെ കുറിച്ചും എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു അപ്പോസ്തലന്മാരാകുന്ന 12 പേർ. അതേ പ്രതിഷ്ഠയിൽ കർത്താവിൻ്റെ സേവനം ചെയ്യുന്ന അനേക ചെയ്ത് തിരശ്ശീലയ്ക്കകത്ത് പ്രവേശിച്ചവരും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ലോകത്തിൽ തന്നെയുണ്ട്. ആ കൂട്ടത്തിൽ ഈ പ്രിയ പാസ്റ്റർക്ക് വന്നു ചേരുവാൻ ദൈവം സഹായിച്ചു. താൻ ഇറങ്ങി പുറപ്പെട്ട നാൾ തുടങ്ങി ദൈവത്തിൻ്റെ ഭവനത്തിൽ എല്ലാവർക്കും ഒരു അനുഗ്രഹമായിട്ട് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ നന്നായി ചെയ്ത് പൂർത്തീകരിച്ച് തൻ്റെ നിത്യമായ അവകാശം പ്രാപിപ്പാൻ താൻ കടന്നു പോയിരിക്കുകയാണ്. തൻ്റെ നിത്യമായ അവകാശം എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയിട്ട് പിന്നെ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്രകാരം പറഞ്ഞ അരുമനാഥൻ്റെ ശബ്ദം കേട്ട് ആ ദൈവരാജ്യം അവകാശമാക്കുവാൻ വേണ്ടി താൻ അനേകരെ ഒരുക്കി, താനും അതിനുവേണ്ടി ഒരുക്കപ്പെട്ടു. അതിന് പ്രകാരം ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. കർത്തൃ ശുശ്രൂഷകളുടെ സ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ നാം വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, പിന്നെ ഞാൻ സീയോൻ മലയിൽ കുഞ്ഞാടും അവനോടൊരുമിച്ച് പിതാവും അമ്മായി നിൽക്കുന്ന 144,000 പേരെ അവിടെ കാണുവാൻ കഴിയുന്നു. അവർക്ക് ചില യോഗ്യതകളെ കുറിച്ച് പറയുന്നു. അവർ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ, മനുഷ്യരുടെ ഇടയിൽ നിന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ. അപ്രകാരം വിലയ്ക്ക് വാങ്ങപ്പെട്ട് സ്ത്രീകളോടുകൂടെ മലിനപ്പെടാതെ, ലോകത്തിൻ്റെ മലിനതകളൊന്നും ഏൽക്കാതെ, കളങ്കമില്ലാത്തവരായി, ഫോഷ്കവായിലില്ലാത്തവരായി, നിഷ്കളങ്കരായി ജീവിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാരുടെ നിരയാണ് 144,000 പേർ. അവർ സിയോനിലാണ് നിൽക്കുന്നത്. അല്ല, മറ്റൊരു ഗ്രൂപ്പുണ്ട്. അത് യെരുശലേമിൽ സിയോനോട് ചേർക്കത്ത് പണിയപ്പെടുന്ന യെരുശലേമിൽ നിൽക്കുന്നവരാണ്. അത് ദൈവസഭയിലെ വിശ്വാസികളായി ദൈവജനങ്ങളുമാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ അതിന് വലിയൊരു പുരുഷാരമുണ്ട്. അപ്പോൾ നാം എല്ലാവർക്കും നമുക്കൊരു പ്രത്യാശയുണ്ട്. ഒരു കൂട്ടം പേർ ശുശ്രൂഷകരായി സിയോനിൽ നിൽക്കുമ്പോൾ മറ്റൊരു വലിയ സമൂഹം ആ യെരുശലേം നിവാസികളായി തീരുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടുകയാണ്. എന്നാൽ ഇവർക്ക് 2 പേർക്ക് ഒരുമിച്ച് ഒരു കാഹള ശബ്ദം മുഴങ്ങും. കാഹള ശബ്ദം മുഴങ്ങുമ്പോൾ നമ്മുടെ പേര് നമ്മുടെ കാതുകളിൽ ആ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ നാം ഒരുക്കപ്പെടണം.
ഈ പ്രിയ പാസ്റ്റർ അതിനു വേണ്ടി ഒരുക്കപ്പെട്ട് ജീവിച്ചു. അതുകൊണ്ട് നമുക്കൊരു പ്രത്യാശയുണ്ട്, കർത്താവിൻ്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഈ പാസ്റ്റർ കർത്താവിൻ്റെ സന്നിധിയിൽ തേജസ്സോടെ ഉയർത്തു വരുമെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് സംസ്കരിക്കുന്ന. ആകയാൽ പ്രിയമുള്ളവരെ, ശേഷിക്കുന്നവരായി നമുക്ക് ഒരു നിശ്ചയം പ്രാപിക്കാം. ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഒരു പുനരുത്ഥാനമുണ്ട്. മറിയയുടെയും മാർത്തയുടെയും ഭവനത്തിൽ ബഥാന്യയിൽ ലാസർ മരിച്ചതിന് ശേഷം യേശു കടന്നുപോയിട്ട് യേശു പറയുന്നു, നിങ്ങളുടെ സഹോദരൻ ജീവിക്കും, അവൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അതേ കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഒടുക്കത്തെ ഒരു പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. അന്ന് യേശു പറഞ്ഞത് ഒടുക്കത്തെ പുനരുത്ഥാനത്തെ കുറിച്ചായിരുന്നില്ല, ലോകത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ്. പക്ഷേ ക്രിസ്തീയ ലോകം വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു പുനരുത്ഥാനം. നാം വിശ്വസിക്കുന്നു ഒരു പുനരുത്ഥാനം, അത് ഏറ്റവും നല്ലൊരു ഉദ്ധാരണം, ഏറ്റവും നല്ലൊരു പുനരുത്ഥാനം ഉണ്ട് എന്നുള്ളത് ഇബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിനുവേണ്ടി കർത്താവ് ഏറ്റവും നല്ലത് ഒന്ന് മുൻകരുതി ദൈവം വച്ചിരിക്കുകയാണ്. ആകയാൽ ഏറ്റവും നല്ലത് പ്രാപിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ഈ അനുഭവം പ്രാപിക്കാത്ത ആരെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ നിങ്ങളത് പ്രാപിക്കണം. നിങ്ങൾ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണം. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവർ യേശു ദൈവമാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ യേശുക്രിസ്തുവിൽ കൂടെ അനുഭവമാക്കേണ്ട ചില സത്യങ്ങളുണ്ട്. മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നിങ്ങൾ ദൈവ മക്കളായി തീർന്ന് തുടർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ പാസ്റ്റർ സ്നാനപ്പെട്ടതുപോലെ നിങ്ങൾ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് കർത്താവിനെ ലോകത്തിലെ വിശുദ്ധിയോടെ വേർപാടുകളും ഇവിടെ ജീവിച്ചാൽ ഒരു ദിവസം ഈ പാസ്റ്റർ പോയ സ്ഥലത്ത് പോയിട്ട് പാസ്റ്റർ വീണ്ടും കാണാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പാസ്റ്റർ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ അലമുറയിട്ട് കരയുന്നുണ്ട്. കാര്യം ശരി തന്നെയാണ്. ഇവിടുന്ന് എന്ന് അലമുറയിട്ട് കരഞ്ഞിട്ട് പോവുകയല്ല. പാസ്റ്റർ പോയ സ്ഥലത്ത് പോകണമെങ്കിൽ ഈ പാസ്റ്റർ ജീവിച്ചതുപോലെ ജീവിച്ച് ഒരു നല്ലൊരു അനുഭവം പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് ഒരുക്കപ്പെടാം. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിച്ച് നമുക്കൊരു അല്പമായൊരു ആയുസ്സുണ്ട്. ഈ ആയുസ്സിനപ്പുറം നാം ചിന്തിച്ച രണ്ട് സ്ഥലം എവിടെയാണെന്നുള്ളത് ഉറപ്പ് വരുത്തിക്കൊള്ളണം. ഒന്നുകിൽ നിത്യ നരകത്തിൽ പോകും, അല്ലെങ്കിൽ ഒരു സിയോൻ യെരുശലേമും പുതിയ നിയമസഭയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അത് നിത്യതയിൽ ഏറ്റവും വലിയ തേജസ്സേറിയ സ്ഥലമാണ്. അവിടേക്ക് പോകുവാൻ വേണ്ടി ഒരുക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ. കർത്താവ് തന്നെ സഹായിക്കട്ടെ. ആരെങ്കിലും ഈ അനുഭവം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ഈ അനുഭവം പ്രാപിക്കണം. നാം ഇപ്പോൾ വായിച്ച വേദഭാഗത്തിലും തെസ്സലോനിക്കർക്ക് ലേഖനത്തിലൊക്കെ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാർ പുതിയ നിയമസഭയ്ക്ക് ഇവരനുഭവം നൽകിയിട്ടുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ വരുന്ന ഒരു ദിവസം പ്രധാന ദൂതന്റെ ശബ്ദത്തോടുകൂടി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത്? രൂപാന്തരം പ്രാപിച്ച് ദൈവസേനയിൽ ചേർക്കപ്പെടും. ആ ദൈവസേനയിൽ എത്തിച്ചേരുവാൻ കർത്താവിനോടുകൂടെ നാം ആയിത്തീരും. നമുക്ക് വേണ്ടി ജീവനെ തന്ന യേശുവിനോടുകൂടെ, നമ്മെ സൃഷ്ടിച്ച ദൈവത്തോടുകൂടെ ആ ദൈവരാജ്യത്തിൽ, ആ സന്തോഷ രാജ്യത്തിൽ, അത് എന്നും അവിടെ സന്തോഷവും ഒരിക്കലും ദുഃഖങ്ങളില്ല, വേദനകളില്ല, അലമുറയില്ല. അവിടെ എന്നും സന്തോഷവും ആർപ്പിന്റെ ശബ്ദം, ഹല്ലേലൂയയുടെ ശബ്ദം, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഭക്തന്മാർ പാടി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവമുണ്ട്. ആ അനുഭവം പ്രാപിക്കാൻ വേണ്ടി നമുക്ക് ഒരുക്കപ്പെടാം. ഇല്ല എങ്കിൽ മറ്റൊരു സ്ഥലമുണ്ട്, നിത്യമായ നരകാഗ്നി. അവിടെ എന്നും കരച്ചില്ല, എന്നും പല്ലുകടി, എന്നും വേദന, എന്നും കഷ്ടത. അവിടെ നിന്ന് ഒരിക്കലും രക്ഷപ്പെടുവാൻ ആർക്കും സാധ്യമല്ല. മരണത്തിനപ്പുറം ഏതെങ്കിലും ചെയ്തുകൊണ്ട് കാര്യമില്ല. സത്യവേദ പുസ്തകത്തിൽ ഒരക്ഷരം പോലും, ഒരു വാക്ക് പോലും അതിന് പ്രതിനിധാനം ചെയ്യുന്ന ഒരു വാക്ക് പോലും ഇല്ലെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ആകയാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് വിലപ്പെട്ടതാണ് കരുതിക്കൊണ്ട് മഹത്വപൂർണ്ണവും തേജസ്പൂർണമായ ഒരു ജീവിതം ചെയ്ത് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ. ഈ പ്രിയപിത പാസ്റ്ററും പുനരുത്ഥാനം പ്രാപിക്കുക, അല്ലെങ്കിൽ കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ആ തേജസ്സിന്റെ രൂപം പ്രാപിച്ച് ഉയർത്തി വരുമെന്നുള്ള പ്രത്യാശയോടെ സംസ്കരിക്കുകയാണ്. ഈ വേർപാട് മുഖാന്തരം ഇപ്പോൾ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ എല്ലാവരെയും, സഭാവിശ്വാസികൾ, കർത്തൃ ശുശ്രൂഷകരെല്ലാവരെയും സ്വർഗത്തിലെ ദൈവം സകലവിധമായ ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യാശയോടുകൂടെ ആയിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. വിശുദ്ധരെല്ലാരും വിൻ തേജസ്സിലെപ്പോഴും, വിശുദ്ധരെല്ലാരും വിൻ തേജസ്സിലെപ്പോഴും കർത്തൻ തൻ്റെ സന്നിധിയിൽ എന്നും മോദിക്കും. കർത്തൻ തൻ്റെ സന്നിധിയിൽ എന്നും മോദിക്കും. ഹായന്താനെന്നും
ഹായെന്ത് മോദമേ ഹായെന്താനെന്നും ഹായെന്ത് മോദമേ ശുദ്ധരോട് ചേർന്ന് ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ ശുദ്ധരോട് ചേർന്ന് ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ പൊന്തള വീതിയിൽ പുതിയ ശാലമേൽ പൊന്തള വീതിയിൽ പുതിയ ശാലമേൽ എൻ പ്രിയനോട് ചേർന്ന് ഞാൻ പാടിയലാവിടുമേ എൻ പ്രിയനോട് ചേർന്ന് ഞാൻ പാടിയലാവിടുമേ ഹായെന്താനെന്നും ഹായെന്ത് മോദമേ ഹായെന്താനെന്നും ഹായെന്ത് മോദമേ ശുദ്ധരോട് ചേർന്ന് ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ ശുദ്ധരോട് ചേർന്ന് ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ എൻ പ്രിയന്മാരിൽ ഞാൻ ചാരും നേരത്തിൽ എൻ പ്രിയന്മാരിൽ ഞാൻ ചാരും നേരത്തിൽ ഹായെന്തറിമ്പം എന്ത് മധുര വന്യമല്ലത് ഹായെന്തറിമ്പം എന്ത് മധുര വന്യമല്ലത് ഹായെന്താനെന്നും ഹായെന്ത് മോദമേ ഹായെന്താനെന്നും ഹായെന്ത് മോദമേ ശുദ്ധരോട് ചേർന്ന് ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ ശുദ്ധരോട് ചേർന്ന് ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ മണ്ണാകുമേ ശരീരം മണ്ണോട് ചെന്നാലുമേ മണ്ണാകും ഈ ശരീരം മണ്ണോട് ചെന്നാലുമേ കാകളം ധനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ കാകളം ധനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ ഹായെന്താനെന്നും ഹായെന്ത് മോദമേ ഹായെന്താനെന്നും ഹായെന്ത് മോദമേ ശുദ്ധരോട് ചേർന്ന് ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ ശുദ്ധരോട് ചേർന്ന് ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ മണ്ണാകുമേ ശരീരം മണ്ണോട് ചേർന്നാലുമേ മണ്ണാകുമേ ശരീരം മണ്ണോട് ചേർന്നാലുമേ Sodram. Praise the Lord, 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 praise the Lord. ഈ പ്രിയ ദേവദാസനെ അടക്കം ചെയ്യുമ്പോൾ നാം പ്രത്യാശയോടെ സന്തോഷത്തോടെ ആത്മനിറവോടുകൂടി അഭിഷേകം ചെയ്യണം. കാരണം പാപത്തേറ്റുകൾ ഉപേക്ഷിച്ച് വിശുദ്ധമായ ജീവിതം നയിച്ച് കർത്താൻ ശുശ്രൂഷ ചെയ്ത് കർത്താൻ സന്നിധി ചേർക്കപ്പെട്ടതായ വിലയേറിയ ഒരു ആത്മാവശ്യമായ മൺകൂടാരമാണ് നാം ഇവിടെ അടക്കം ചെയ്യുന്നത്. അടക്കം ചെയ്യുമ്പോൾ പ്രത്യാശയോടുകൂടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആത്മനിറവോട് വേണം ചെയ്യേണ്ടത്. അത് ആ പ്രത്യാശയോടെ നല്ല കടന്നു പോക്ക് നൽകിയിട്ട് കർത്താൻ നൽകിയാൽ ആ വീണ്ടും സ്വാതന്ത്ര്യം ചെയ്യാം. സോദര ആ പ്രത്യാശയോട് ജീവിപ്പാൻ നമുക്കെല്ലാം സഹായിക്കുന്ന ആസ്വാദനം ചെയ്യാം. സോദര താൻ കാണിച്ച ആ വിശ്വാസത്തെ ജീവിതത്തെ അനുകരിപ്പാൻ എല്ലാവരും സഹായിക്കുന്ന ആസ്വാദനം ചെയ്യാം. സോദര നമുക്കെല്ലാവരും കടന്നു പോക്കുന്നത് അറിഞ്ഞാൽ ഒരുക്കപ്പെട്ടിടയാക്കുന്ന ആസ്വാദനം ചെയ്യാം. സോദര മണ്ണിലുറങ്ങിടുന്ന ശക്തിമാനാ മണ്ണിലുറങ്ങിടുന്ന ശക്തിമാനാ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തു പാലിൽ ചേർന്നിടുമേ പെട്ടെന്നുയർത്തു പാലിൽ ചേർന്നിടുമേ എത്ര സന്തോഷം
സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമത മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമത കാഹുലനാദം കേൾക്കുന്ന മാതൃ സന്തോഷം തീരാത്ത സന്തോഷം സ്വോത്രം ചെയ്യാം. ഈ ഭാഗ്യം കർത്താവിന്റെ ജീവിതത്തിൽ നൽകിയ സ്വോത്രം ചെയ്യാം. സ്വതമായ വിഷയം സ്വോത്രം ചെയ്യാം. ശുശ്രൂഷയെ സഹായിച്ചതിനാ സ്വോത്രം ചെയ്യാം. കർത്താവിനെ ചേർത്തതിനാ സ്വോത്രം ചെയ്യാം. ഇപ്പോൾ എവിടെ അടക്കം ചെയ്യുന്ന ഈ സാഹചര്യം എപ്പോഴും ഉണ്ടായിരിക്കലിനാ സ്വോത്രം ചെയ്യാം. കാരണം ധരിക്കുമ്പോൾ ഉയർത്തിയിട്ട് വരുമെന്ന് വലിയ പ്രത്യാശ ധരിക്കുക സ്വോത്രം ചെയ്യാം. മരണഭേദത്തിന് ജയമെവിടെ, മരണഭേദത്തിന് വിഷയമുള്ളവിടെ, മരണത്തിന് വിഷയമുള്ള പാപത്തിന് ശിക്ക ന്യായപ്രമാണം മഹാദിന് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം 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 ഒളിവടക്കം ചെയ്യാൻ സഹായിച്ചതിനാ സ്തോത്രം ചെയ്യാം. സ്തോത്രം ചെയ്യാം. കാണുന്നിരിക്കുമ്പോൾ ദേശീയ ചരിത്രം ഉയർത്തിയിട്ട് വരുമെന്ന് വലിയ വ്യത്യാസം ഇരിക്കാൻ സ്തോത്രം ചെയ്യാം. ദുഃഖത്തിനായ കുടുംബാംഗങ്ങളെ ആശ്വസിക്കണതിനാ സ്തോത്രം ചെയ്യാം. കാണിച്ച വിശ്വാസം എല്ലാവരും സഹായിക്കണതിനാ സ്തോത്രം ചെയ്യാം. ഈ ശിശുവിനെ പങ്കെടുത്ത ഒരു വ്യക്തിയോ നരകത്തിൽ പോകാതെയാത്തിരാതെ ആശയോനിൽ കാണപ്പെടേക്കലിനാ സ്തോത്രം ചെയ്യാം. എല്ലാത്തിലും മഹത്വമാക്കി തീർക്കണതിനായി പിതാവാദേഹത്തിനായി യേശുക്കത്തിനായി പരിശുദ്ധാത്മഹാദേഹത്തിനായി വേഗം വരുന്നതിനായി സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം. മരണത്തെയും പാതാളത്തെയും പിശാചിനെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ എങ്ങൾ നല്ല യേശുവേ, ഈ പ്രത്യേക ഈ സാഹചര്യത്ത് ഈ സെമിത്തേരിയിൽ ഞങ്ങൾക്ക് ഇവിടെ ആയിരിക്കാൻ ഇങ്ങനൊരവസരം ദൈവം നൽകിയതിനായി ഞങ്ങളും സ്തുതിക്കുന്നു. പ്രിയ പാസ്റ്ററുടെ ജീവിതത്തിൽ ദൈവം ആരംഭിച്ച നല്ല പ്രവൃത്തിയെ തികച്ച് കർത്താവെ ജയകരമായ നല്ലൊരു അന്ത്യം ദൈവം നൽകിയതിനായി ഞങ്ങളും സ്തുതിക്കുന്നു. പ്രിയ പാസ്റ്ററുടെ ജീവിതത്തിൽ നിന്ന് കർത്താവെ അനേക ആയിരങ്ങൾക്ക് കർത്താവെ സൗഖ്യവും കർത്താവെ സമാധാനവും ആശ്വാസവും സന്തോഷവും അനുഭവിപ്പാൻ ദൈവം ഇടയാക്കിയതിനായി സ്തോത്രം. കർത്താവെ ആത്മരക്ഷ പ്രാപിച്ച് കർത്താവിനെ സ്വന്തം രക്ഷകമായി സ്വീകരിച്ചുകൊണ്ട് കർത്താവിനായി ജീവിതം സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ അനേക ആയിരങ്ങൾക്ക് കർത്താവെ തന്നെ വെളിപ്പെടുത്തുവാൻ കർത്താവെ തന്റെ ജീവിതം ഒരു ഭാനിയാഗമായി കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി ഞങ്ങളും സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം വിളിച്ച് തന്റെ സന്നിധിയിൽ ചേർത്തല്ല വിശ്രാമനാട്ടിൽ ചേർത്തതിനായി ഞങ്ങളും സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം. വിശ്വാസ ഭവനത്തിൽ നടന്ന എല്ലാ ശുശ്രൂഷകളും ദൈവം നടത്തി അനുഗ്രഹിച്ചല്ലോ. ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളും ദൈവം നടത്തി അനുഗ്രഹിച്ചനായി സ്തോത്ര. ഇത്രത്തോളം പ്രകൃതി അനുകൂലമാക്കിയതായി സ്തോത്ര. കർത്താവെ തുടർന്ന് എല്ലാ ഹൃദയങ്ങളെയും ദുഃഖിതരായിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും കുടുംബാംഗങ്ങളെയും കർത്താവ് ആശ്വസിപ്പിക്കണമേ. കർത്താവെ ശുശ്രൂഷയ്ക്കും ഇവിടെ വെണ്ണകത്തുവാൻ അനേകരെ കർത്താവ് എഴുന്നേൽപ്പിക്കണമേ. ഈ ശുശ്രൂഷകളെല്ലാം നടത്തുവാൻ വിശുദ്ധന്മാരെയും ബലപ്പെടുത്തിയതിനായി സ്തോത്ര. തുടർന്ന് എല്ലാവരുടെയും മടക്ക യാത്രയിൽ ദൈവസ്ഥാനത്തിൽ ഉണ്ടാകണമേ. കൃപയുള്ള കരങ്ങളിൽ തരുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. സ്തോത്രം ചെയ്യാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാദയത്തിന് സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസം നമ്മോട് ദുഃഖത്തിലാക്കി എല്ലാവരുടെ മേലും കർത്താവിന്റെ മേഘത്തിൽ വരുമാറാട്ടെ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വന്നിട്ടുള്ള വിശുദ്ധരെ നാം പ്രിയൻ കൂടന്നു കണ്ടിടുമേ. മുൻപേ പോയ വിശുദ്ധരെ നാം പ്രിയൻ കൂടന്നു കണ്ടിടുമേ. സ്വർഗീയ ശരീരികളാം ഒന്നു ചേർന്ന് വാണിടുമേ.
കണ്ടിടുമേ വേഗം നാം കണ്ടിടും പൂർണ്ണശോഭയോടെ പ്രിയനേ വേഗം നാം കണ്ടിടും പൂർണ്ണശോഭ